നമ്മുടെയൊക്കെ അമ്മമാരുടെ ഒരു വികാരമാണെന്ന് തോന്നി ഈ നൈറ്റീസ് വിട്ടിട്ട് അവർക്കൊരു വേറൊരു ഓപ്ഷനെ പറ്റി അവർ ചിന്തിക്കത്തേ ഇല്ല. ഈ പണ്ടൊക്കെ സാരിയൊക്കെ ഉടുത്തുകൊണ്ടിരുന്ന അമ്മമാർ ഇപ്പം ചുരിദാറിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ചുരിദാർ കുർത്തയൊക്കെ ആയിട്ട് അടിപൊളി കോഡ് സെറ്റിലേക്ക് വരെ മാറിയിട്ടുണ്ട് അവർ. പക്ഷേ നൈറ്റിയുടെ നിന്ന് വേറൊരു ഓപ്ഷനിലേക്ക് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ് നൈറ്റി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് നൈറ്റി അത്ര ഇഷ്ടവുമല്ല. പണ്ടത്തെ സിനിമയിലൊക്കെ ഈ സുഹാസിനിയൊക്കെ നല്ല ലേസൊക്കെ വെച്ചിട്ടുള്ള നല്ല ലൈറ്റ് കളർ നൈറ്റിയൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം അതിനൊക്കെ പകരക്കാരനായിട്ട് ഫ്രോക്ക് പോലത്തെ നൈറ്റീസൊക്കെ കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണാനൊക്കെ കൊള്ളാം. പക്ഷെ അതിനേക്കാളും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ ടീഷർട്ട് ഇങ്ങനെ അടിച്ചു മാറ്റിയിടുന്ന സുഖം വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലും കിട്ടത്തില്ല. നമ്മൾ വീട്ടിലിട്ട് നശിപ്പിക്കുന്നത് കാരണം അവർക്ക് വേണ്ടിയിട്ട് പുതിയ ടീഷർട്ട് മേടിച്ച് വെക്കും. അതും പിന്നെ നമുക്കിങ്ങനെ അടിച്ചു മാറ്റി എടുക്കാമല്ലോ. അത് ഇനി ഹസ്ബൻഡ് ഇല്ലാത്തവർ വിഷമിക്കണ്ട. ചേട്ടനോ അനിയനോ ഒക്കെ കാണുമല്ലോ വീട്ടിൽ, അടിച്ചു മാറ്റിക്ക്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒരു നൊസ്റ്റുവാണേ. കുറച്ച് ടീഷർട്ടിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന കുറേ നാൾ കഴിയുമ്പോൾ പറഞ്ഞ് ചിരിക്കാനായിട്ട് കൊള്ളാം. ഇനി അനിയനും ചേട്ടനോ ഒന്നും ഇല്ലെങ്കിൽ അച്ഛന്മാരുടെ കബോർഡിലും കാണും കുറച്ച് ലൂസായിട്ടുള്ള ടീഷർട്ടൊക്കെയാണ് നല്ലത്. അപ്പോൾ പൊക്കിക്കോ.